ഹായ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് പുതിയ യൂട്യൂബ് ചാനലാണ് ചായ ചങ്സിൻ്റെ. അപ്പോൾ ചില ചോദ്യങ്ങൾ ഓരോ ദിവസവും ഓരോ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വരാമെന്നുള്ള ഒരു മൈൻഡിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ മസ്ക ബണ്ണിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചിലർ ഇപ്പോൾ ഇൻസ്റ്റയിലുള്ള കമൻറ്റ് ബോക്സിലാണെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞു, പിന്നെ ഡയറക്റ്റായിട്ട് കഴിക്കാൻ വരുന്ന ഒന്ന് രണ്ടാൾക്കാർ അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞു. വേറെ ഒന്നല്ല, ഇത് ട്രെൻഡിനനുസരിച്ച് നിന്നതല്ലേ, ട്രെൻഡ് കഴിയുമ്പോൾ ഇത് തീരുമല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ സംസാരിച്ചു. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ട്രെൻഡിനനുസരിച്ച്, അതായത് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങളൊരു 8 വർഷത്തോളമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. അതിനുള്ള മൂലധനം തപ്പി അത് നടക്കുന്നത്. ഞങ്ങള് കുറച്ചും കൂടി ഒന്ന് നല്ല കുറച്ചും കൂടി ചിന്തിച്ചിട്ടാണ് നിന്നുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ചായ ചങ്സിന്റെ ചായ കപ്പിൾസിന്റെ വീഡിയോ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാൻ പറ്റും, അത് ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ട്രെൻഡ് ഇപ്പോൾ മസ്ക ബണ്ണാണല്ലോ, അപ്പോൾ അതിലങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പതുക്കെ ഞങ്ങളതായിട്ടുള്ള എന്താ പറയുക റെസിപ്പീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിലാണ് തുടങ്ങിയത്. എല്ലാവരും അങ്ങനത്തെ പ്ലാനിലല്ല, എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനത്തെ പ്ലാനിൽ തുടങ്ങിയവരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുച്ഛിക്കുന്നതിൻ്റെ മുന്നേ എന്താണ് ഈ ട്രെൻഡിനനുസരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ട്രെൻഡിനനുസരിച്ച് തുടങ്ങി നിന്നിട്ടുള്ളൊരു ഇത് എല്ലാവരോടും പറയരുത്. കാരണം ട്രെൻഡ് കഴിഞ്ഞാൽ പൊട്ടിക്കെട്ടി വീട്ടിലിരിക്കാനുള്ളതല്ലോ. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെ ഇതിലോ ഞങ്ങളെ മെനു കാർഡിലോ അല്ലെങ്കിൽ ഫ്ലെക്സിലോ ഒന്നും ഇതുവരെ മസ്ക ബൺ ഇറാനി ടീ എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുത്തിട്ടില്ല. കാരണം മസ്ക എന്ന് പറഞ്ഞാൽ ബട്ടറാണ്, പിന്നെ ചായ ഇറാനി ടീയിൽ യൂസ് ചെയ്യുന്ന മസാലാസൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇറാനി ടീ ആയിട്ടല്ല, ഞങ്ങൾ ആദ്യം മുതലേ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചായയാണ്. അത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, മസ്ക ബൺ എന്ന് പറഞ്ഞാൽ മസ്ക എന്ന് പറഞ്ഞാൽ ബട്ടറാണ്. അപ്പം ഞങ്ങൾ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഞങ്ങളതായിട്ടുള്ള കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ക്രീമാണ്. അപ്പം ഞങ്ങൾ ബട്ടർ ബണ്ണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ചോക്കോ ബണ്ണ്, പിന്നെ സ്ട്രോബെറി ബണ്ണുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പതുക്കെ ഞങ്ങളതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അതൊക്കെ ഇങ്ങനെ ചെറുതായി കൊണ്ടുവരും. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതായത് ഈ തിരക്ക് മാനേജ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരുടെ ഇടയിലൊന്ന് എത്തിച്ച് തിരക്കൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പഠിച്ച് കൂട്ടലും കുറക്കലും കൊടുക്കലൊക്കെ അതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കിയിട്ട് പുതിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത്. അല്ലാണ്ട് ഇത് മാത്രം തൂങ്ങി പിടിച്ച് നിൽക്കുന്നതല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് എന്താ പറയുക മസ്ക ബണ്ണ് ട്രെൻഡിങ് ആയി ഓക്കെയാണ്. പലരും ചെയ്യുന്നത് യൂട്യൂബ് നോക്കി റെസിപ്പീസ് എടുത്ത് അത് അതേപടി ചെയ്ത് അങ്ങനെയാണ് കുറേ മസ്ക ബണ്ണിൻ്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാനെന്ന് വെച്ചാൽ 6 വർഷത്തോളമായിട്ട് ഞാൻ ഹോം ബേക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഹോം ബേക്കറാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ എത്രത്തോളം ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയിലും നല്ല ടേസ്റ്റിലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും സാധനങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഭയങ്കര ലാഭമായിരിക്കുമല്ലേ. ഞങ്ങൾക്ക് അത്ര വലിയ ലാഭമൊന്നുമില്ല. ഞങ്ങൾ വില കൂടിയ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതും. പിന്നെയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ആയാലും ഇങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് അറിയാം ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്വാണ്ടിറ്റി കൂടുതലാണ് ബട്ടർ തേച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒന്നും അറിയാണ്ട് പെട്ടെന്നൊരു ട്രെൻഡ് അനുസരിച്ച് വന്ന് ചാടിയതൊന്നുമല്ല. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇനിയും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് പിന്നെയെന്ന് വെച്ചാൽ മാക്സിമം നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു മൈൻഡാണ്.
അതായത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ക്രീമും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളൊരു മൈൻഡാണ്. അല്ലാണ്ട് കച്ചവടം നടക്കണം, പൈസ കുറേ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് എന്തും ഇതാക്കിയിട്ട് കൊടുക്കുക അങ്ങനത്തെ മൈൻഡൊന്നുമില്ല. ആൾക്കാർക്ക് നല്ല നല്ല സാധനങ്ങൾ കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു ഹോം ബേക്കർ ആകുമ്പോൾ നല്ല സാധനങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഒരുവിധ ആൾക്കാരൊക്കെ ഇറങ്ങുക. നമ്മൾ എന്താ പറയുക, നല്ല വൃത്തിയിലും നല്ല ടേസ്റ്റിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കാൻ അതേ ഒരിത് ഇതിനുണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. കുറേ കെമിക്കൽസും അതും ഇതൊന്നും ആഡ് ചെയ്യാണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെയും വേറെ എന്തായിരുന്നു? ഇനി മതി, ഇനി കുറേ നേരം ഇപ്പൊ തന്നെ. അതെ, അപ്പൊ ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അടുത്ത വീഡിയോ നിർത്തൂല. അതുകൊണ്ട് വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടി പറയണ്ട, അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും കമന്റ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നതും ഉണ്ടായ സാഹചര്യം എന്താണെന്നും ഒക്കെ കുറേ ഡീറ്റെയിലും കേൾക്കാൻ കാര്യങ്ങളും താല്പര്യമുള്ളവരൊക്കെ കേൾക്കാം. ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വന്നത്, നിങ്ങൾ എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ കുറേ എന്താ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനുള്ള മറുപടിയാണ് വീഡിയോസ്. അതെ, നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വന്ന് കഴിച്ച് അഭിപ്രായം അറിയാം. കുറേ ആൾക്കാർ പോസിറ്റീവ് റിവ്യൂസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റത്തെ സംരംഭമാണ്, സ്റ്റാർട്ടപ്പാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വളരെയധികം സന്തോഷം. പിന്നെ ആണെങ്കിൽ എന്താ പറയാ, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചാളെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇപ്പൊ തൃപ്രയാർ ഏരിയയില് ആദ്യമൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞായിരിക്കും ഒരു വിലയില്ല. അതായത് ആര് ഇതോ പുച്ചാണ്. ഇപ്പൊ അങ്ങനെയല്ല, ചിലരെങ്കിലും ചാച്ചങ്സ് അല്ലേന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവരുണ്ട്, നോക്കി നിൽക്കുന്നവരുണ്ട് ഡൗട്ട് അടിച്ചിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇനിയും വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഇതെന്നെ മുഴുവൻ ആൾക്കാർ കാണുമെന്നുള്ളതൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങളൊക്കെ വീഡിയോസായിട്ട് പറയുന്നതായിരിക്കും. എല്ലാത്തിനുള്ള ഉത്തരം വീഡിയോസായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.